പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അതിനാധാരമായിട്ട് നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം എന്നോ ആശിക്കുന്നതിൽ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമെന്ന് നമ്മളവിടെ കാണുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിനെക്കുറിച്ച് നമുക്കവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി ഇരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാറ്റത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാറ്റത്തിന് കൂട്ടവാസികളെ ഇസാക്കിനോട് യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറായും വാറ്റത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് ദൈവത്തിന് സ്തോത്രം നിപ്രായനായിരുന്ന പൊരുത്തത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ അബ്രഹാമിനെ കുറിച്ചാണ് നമ്മളിത് ഇവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നതെന്നറിയാതെ പുറപ്പെട്ടു വന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം പറയുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എന്നിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. 11-ാം അധ്യായം അവസാനം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ പിതാവ് തേരകും ആ കനാൻ ദേശത്തേക്ക് യാത്രയായി, എന്നാൽ ഹാരാനിൽ വന്ന് അവിടെ പാർത്തു എന്ന് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം. വീണ്ടും അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുക. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരം, വിശ്വാസത്താൽ അബ്രഹാം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ അബ്രഹാം പുറപ്പെട്ടു വന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ വിളിച്ചത് അതേപടി അനുസരിച്ച് പുറപ്പെട്ടതാണ് അബ്രഹാം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നെ ഇടയ്ക്ക് വെച്ച് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഉപേക്ഷിക്കുന്നവനല്ല എന്നെ വിളിച്ച ദൈവം തമ്പുരാൻ എന്ന പൂർണ്ണമായിട്ടൊരു വിശ്വാസം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ യാത്ര പുറപ്പെട്ടു വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 13-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അബ്രഹാം യാത്ര പുറപ്പെട്ടു. 13-ാം അധ്യായം നല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ബഹുസമ്പന്നനായി തീർന്നത് അബ്രഹാം. അവനവിടുന്ന് ചെയ്തു ചെന്നിടത്തെല്ലാം കൂടാരമടിച്ച് അവിടെ പാർത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം യാഗപീഠം പണിത് ചെന്നിടത്തേക്ക് ദൈവത്തെ ആരാധിച്ചെന്ന്. ഇതെല്ലാം വിശ്വാസത്തോടെ അബ്രഹാം ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസം വലുതായിരുന്നു. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാം വിളിക്കപ്പെടുവാൻ ഇടയായത് അബ്രഹാമിൻ്റെ വിശ്വാസം അത്ര വലുതായിരുന്നു. അബ്രഹാം വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടുവെന്ന് നമ്മൾ ഹല്ലേലൂയ റോമാലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും വിശ്വാസം എപ്രകാരമാണ്. നമ്മളെ വിളിച്ചിറക്കിയ ഒരുവനുണ്ട്. അവൻ ഇടയ്ക്ക് വെച്ച് നമ്മളെ ഇട്ടിട്ട് പോകുന്നവനല്ല. പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചവറക്കിവൻ അന്ത്യത്തോളം നിർത്തുവാൻ ശക്തനെന്നോ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തെ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. നമ്മൾ വായിച്ചല്ലോ, ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാണാതെ നമ്മളങ്ങ് വിശ്വസിക്കണം. എൻ്റെ ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ്. എൻ്റെ ദൈവം എന്നെ കരുതുവാൻ ശക്തനാണ്. ഇവിടെ അബ്രഹാമിനെ വിളിച്ചു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നതെന്നറിയാതെ പുറപ്പെട്ടു. അവൻ വാറ്റത്ത ദേശത്ത് ഒരു വിശ്വാസത്താൽ, അത് പിന്നെയും പറയുക, വിശ്വാസത്താൽ അവൻ വാറ്റത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാറ്റത്തിൻ്റെ കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടാരങ്ങളിൽ പാർത്തു വന്ന ദൈവത്തിന് സ്തോത്രം. അവൻ കൂടാരം അടിച്ച് ചെന്നിടത്തൊക്കെ ആരോടൊക്കെ ഒന്നിച്ച് തൻ്റെ പുത്രനും ഹല്ലേലൂയ യാക്കോബ് 3-ാം തലമുറ യാക്കോബ് ദൈവത്തിന് സ്തോത്രം അവരോടൊക്കെയും ഒന്നിച്ച് താൻ വിശ്വാസത്താൽ പാർത്തു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തലമുറകൾ നമ്മോട് ഒന്നിച്ച് ആരാധിക്കുന്നുണ്ടോ? ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അബ്രഹാം ദൈവത്തിന് സ്തോത്രം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അവൻ ചെന്നിടത്തൊക്കെ യാഗപീഠം പണിത് വിശ്വാസത്താൽ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഒന്നിച്ച് അവൻ ആരാധിച്ചു എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു.
പ്രിയമുള്ളവരെ, നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുക. ഹല്ലേലൂയ. പഴയ കാലഘട്ടം പോലെയാണോ ഇന്ന്? നമ്മുടെ തലമുറകളൊക്കെ നമ്മോടൊന്നിച്ച് ആരാധിക്കുവാൻ കടന്നു വരുന്നുണ്ടോ? പ്രാർത്ഥിക്കുവാൻ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കരയേണ്ടിയ, പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവകൃപ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. അവൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്ന ആ നഗരം ഏതാ? തമ്പുരാൻ ഒരുക്കുന്ന ഒരു നഗരം. ദൈവത്തിന് സ്തോത്രം. അതാ പ്രിയമുള്ളവർ, നമ്മുടെയും വിശ്വാസമായിരിക്കട്ടെ. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു നഗരം ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനും കാത്തിരിക്കുന്നത് അതിനു വേണ്ടി. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഇത്ര വലിയ വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നു എന്ന്. എന്നിട്ട് പറയുക, ഹല്ലേലൂയ, വാറ്റത്തം. ഹല്ലേലൂയ. വിശ്വാസത്താൽ സാറ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താ? വാറ്റത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. ദൈവത്തിന് സ്തോത്രം. ആ സാറ എന്താ? വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്ര ഉൽപാദനത്തിന് ശക്തി പ്രാപിച്ചെന്ന്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാ ഈ സാറ. ദൈവത്തിന് സ്തോത്രം. തന്നോട് പറഞ്ഞവൻ വിശ്വസ്തനെന്ന് അവൾ എണ്ണിയെന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് നിവർത്തിപ്പാൻ ശക്തനെന്ന്. ഹല്ലേലൂയ. നമ്മളും ഒന്ന് വിശ്വസിക്കുക. എന്നോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ച് തരുവാൻ എൻ്റെ തമ്പുരാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വിശ്വസ്തനെന്ന് എണ്ണിയെന്ന്. അത് വിശ്വാസത്താൽ നമ്മൾ ഹല്ലേലൂയ അങ്ങനെ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഇവിടെ പറയുക, വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം. ദൈവത്തിന് സ്തോത്രം. പ്രായം കഴിഞ്ഞിട്ടും പുത്ര ഉൽപാദനത്തിന് ശക്തി പ്രാപിച്ചെന്ന. ദൈവം ഒരു ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ യാതൊരു ഹല്ലേലൂയ പ്രതീക്ഷയില്ലാത്തടത്ത് അവരെ വിശ്വസിച്ചു. ഹല്ലേലൂയ. സാറായും അത് വിശ്വസിച്ചു. എന്നോട് ദൈവം പറഞ്ഞത് അവൻ നിവർത്തിപ്പാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അതാ നമ്മുടെയും ജീവിതത്തിലെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നോടൊരു വാഗ്ദത്തം എൻ്റെ കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹല്ലേലൂയ അത് നിവർത്തിപ്പാൻ എൻ്റെ തമ്പുരാൻ ശക്തനെന്ന് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രായം കഴിഞ്ഞിട്ടും പുത്ര ഉൽപാദനത്തിന് ശക്തി പ്രാപിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവം അവനെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഈ കരയിലെ എണ്ണിക്കൂടാത്ത ദൈവത്തിന് സ്തോത്രം മണൽ പോലെ സന്തതിയെ കൊടുത്തുന്ന. ദൈവത്തിന് സ്തോത്രം. തലമുറയായി നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയാണ് കനാൻ ദേശമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. നമുക്ക് ഹല്ലേലൂയ റോമാലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ലെന്ന്. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. അവൻ അബ്രഹാം വിശ്വാസത്താൽ ക്ഷീണിച്ചു പോയില്ല. ദൈവത്തിന് സ്തോത്രം. 100 വയസ്സ് ഉള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ലെന്ന്. നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് പ്രിയമുള്ളവരെ? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ വിശ്വാസം എപ്രകാരം ഒന്ന് ശോധന ചെയ്താട്ട്. ഇവിടെ പറയുക, 90 വയസ്സായി 100 വയസ്സായിട്ടും തന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനെന്ന് അബ്രഹാം ഉറച്ച് വിശ്വസിച്ചെന്ന. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുക, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം കൊടുത്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. അവൻ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടെന്ന്. ദൈവത്തിന് മഹത്വം കൊടുത്തു. നമുക്കൊന്ന് കഴിയുമോ ദൈവത്തെ സ്തുതിക്കുവാൻ? എൻ്റെ ദൈവം എനിക്ക് ഒരുക്കി തരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരിന്ന് രാവിലെ ഉണ്ട്? ഹല്ലേലൂയ. എൻ്റെ ദൈവം ശക്തനാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക പ്രിയമുള്ളവരെ. വിടിവിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചെന്ന്. അതായിരിക്കട്ടെ നമ്മുടെയും ഉറപ്പ്. എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനെന്ന്.
പൂർണ്ണമായി അവൻ ഉറച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതവനെ നീതിയായി കണക്കിട്ടു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ള. അതുകൊണ്ട് അതവനെ നീതിയാദിനം കണക്കിട്ടു എന്നെഴുതിയിരിക്കുന്നത് അങ്ങനെ വിചാരിച്ച് മാത്രമല്ല, നമ്മയും വിചാരിച്ചു കൂടെയാകുന്നെന്ന്. അബ്രഹാമിനെ തന്നെ ഇപ്പോൾ വിചാരിച്ച് മാത്രമല്ലെന്ന് നമ്മോടുമായി വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിശ്വാസത്താലൊന്ന് ഉറയ്ക്കണം. വിശ്വാസത്താൽ നമ്മളൊന്ന് ഉറയ്ക്കണം. എന്നോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനെന്ന്. ഹല്ലേലൂയ. വിശ്വാസത്താലൊന്ന് ഉറച്ചാട്ട് ഇന്ന് രാവിലെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ. ഈ വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. അബ്രഹാം വിശ്വസിച്ചതവന് നീതിയായി കണക്കിട്ടുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യാം. നമ്മളെ തന്നെ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ഞങ്ങളെ ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യുന്നു. ഞങ്ങളെ ഒന്ന് സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം, മാനിക്കണം, ഉയർത്തണം. പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.